മനോഹരമായ പുതിയ വീഡിയോ ഗൈസ് സ്വാഗതം എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാം സുഖമായിരിക്കും ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ യൂട്യൂബ് ചാനലാണ്, നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിൻ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി സജഷനും മൂവി റിവ്യൂസും മൂവിയുടെ വിശേഷങ്ങളെല്ലാം കൂടെ ചേർത്തായിരിക്കും നമ്മളെ ഒരു ഫുൾ ലോഡ് പാക്കേജ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയും തുടർന്നുള്ള വീഡിയോസ് എല്ലാം അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ 2 ഓഫ് എന്താ പറയുക സജസ്റ്റിംഗ് ഗുഡ് മൂവീസ്. ഓക്കെ, നിങ്ങൾ മസ്റ്റ് വാച്ച് നിങ്ങൾ കണ്ടിരിക്കേണ്ട പല വീഡിയോസ് എന്ന് പറയും, പല മൂവീസും ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോളിവുഡ് പടമാണ് ഡൈ ഹാർഡ്. 1988. ഇത് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു ഒന്ന് പറയണം ഇതിനെ പറയണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ ദിവസം കൊണ്ടെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പോൾ എന്താണ് ടുഡേസ് ഡേ. അപ്പോൾ ഡൈ ഹാർഡിൻ്റെ കുറേ സീരീസ് ഉണ്ട്. ഡൈ ഹാർഡ് 1, 2, 3, 4, 5 എന്ന് പറയാം 5 സിനിമ ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്താണ് ഫസ്റ്റ് നിങ്ങൾ ഈ ഡൈ ഹാർഡ് എന്താ പറയുക ഫസ്റ്റ് കാണുക. അതിന് ശേഷം എന്താ പറയുക നമുക്ക് ബാക്കിയുള്ള സീരീസ് എന്താ മറ്റു വീഡിയോയിൽ പറയാം. പക്ഷേ ഡൈ ഹാർഡ് ഫസ്റ്റ് 1988 സിനിമയാണ്. അത് ഈ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം വെച്ചാൽ അന്നത്തെ ഒരു എങ്ങനെ എടുത്താണ് ഈ ഒരു പടം, ഒരു രക്ഷയില്ലാത്തൊരു പടമാണ്. എന്ന് വെച്ചാൽ ജോൺ മക്ലീൻ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ബ്രൂസ് വിൽസ്. അപ്പോൾ ബ്രൂസ് വിൽസ് ജോൺ മക്ലീൻ. അപ്പോൾ ജോൺ മക്ലീനായിട്ട് വന്ന് ഇവിടെ ഒരു പോലീസ് ഡിറ്റക്റ്റീവായിട്ട് വന്നു പറയാം ഈ തീവ്രവാദികളെല്ലാം ഊക്കി വിടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഇതിപ്പോൾ എവിടെ അവൈലബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഞാൻ നോക്കിയിട്ട് എന്താ പറയുക ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ നിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ തുടർത്ത് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഞാൻ അത്രയും തൊട്ടടുത്ത് തന്നെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എന്താ പറയുക സ്റ്റോറിയുടെ ഒരു ഉള്ളടക്കം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഡൈ ഹാർഡ് എന്ന് പറഞ്ഞാൽ ജോൺ മക്ലീൻ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിലെ ഒരു ടഫ് പോലീസ് ഓഫീസറാണ്. അവൻ എന്താ പറയുക ലോസ് ഏഞ്ചൽസ് പോകുന്നു. അവൻ്റെ വൈഫിൻ്റെ കൂടെ എന്താ പറയുക ഒരു ക്രിസ്മസ് ഈവ് പാർട്ടിക്ക് എന്താ പറയുക പോകുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് ഈവ് അവളൊരു വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എന്താ പറയുക ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവളൊരു കമ്പനി എന്താ പറയുക ഒരു സ്ഥലത്ത് വെച്ച് പാർട്ടി വയ്ക്കും. അപ്പോൾ അവിടെ പോയി എന്താ പറയുക വല്ല ഭാര്യയും ഇവനായിട്ട് എന്താ പറയുക പോകും. അവിടെ പോയി എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, കുറേ ടെററിസ്റ്റ് വന്ന് എന്ത് ചെയ്യും, ഇവരെ അങ്ങ് വളയും, ഇവരെന്ത് ചെയ്യും ഹോസ്റ്റേജ് ആക്കും. അപ്പോൾ ഇതിലെ ഹാൻസ് ഗർബർ. ഇപ്പോൾ ഇതിലെ വില്ലൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ആളാണ്. ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഫസർ ഹാരി പോട്ടറിലെ പ്രൊഫസർ സ്നേപ്പ്. അപ്പോൾ അങ്ങേരാണ് ഇതിൻ്റെ അകത്ത് വില്ലനായിട്ട് വന്നത്. കാരണം ഇങ്ങനെ ഒരു ആക്ടിങ് ഉണ്ട് ഈ നമ്മുടെ ഈ പ്രൊഫസർ സ്നേപ്പ് ഉണ്ടല്ലോ, ആ നടൻ. ഓക്കെ, ആ നടൻ്റെ ഒരു സ്വാഗ്, ഒരു വിഷയം ആക്ടിങ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ? അത് അങ്ങനെ കൊണ്ട് മാത്രമേ പറ്റൂ. ആ രക്ഷയില്ലാത്തൊരു ഒരു കിടിലൻ ആക്ടിങ് ആണ് അങ്ങനത്തെ. കാരണം സ്നേപ്പിൻ്റെ വേറൊരു വേർഷനായിട്ടൊന്നും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും ഇവർ എന്താ പറയുക ഈ ടെററിസ്റ്റ് എല്ലാവരും കയറിക്കുന്നത് വളയും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിനകത്ത് ഇവരെല്ലാം വളഞ്ഞിങ്ങനെ ഹോസ്റ്റേജ് ആക്കുമല്ലോ. ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മെക്ലീൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ പോലീസ് ഓഫീസർ, നമ്മുടെ ബ്രൂസ് വിൽസ്, ഇവനെ മാത്രം എന്തായാലും പിടിക്കില്ല. കാരണം വെച്ചാൽ ഇവൻ മാത്രം എന്താ പറയുക അവിടെ നിന്ന് എസ്കേപ്പായിട്ട് പോകും. എന്നിട്ട് ഇവൻ ഒറ്റയ്ക്ക് എന്താ പറയുക എല്ലാത്തിനും ടെററിസ്റ്റിനെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ബാക്ക് എല്ലാം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് വെപ്പൺസ് മാത്രമേ ഉള്ളൂ. ഇവരെ അങ്ങനെ പോലീസ് സ്കില്ല് ഉപയോഗിച്ച് ആ കറേജ് ഉപയോഗിച്ച് വെച്ച് പറയും 1 man എന്താ പറയും ഷോ ആയിട്ട് എന്താ പറയും എല്ലാ ടെററിസ്റ്റിനെയും കീഴിലിറക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ അവസാനം ഒരു സീനുണ്ട്. അതായത് കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബിൽഡിങ്ങിനെ മുകളിൽ ടെററിസ്റ്റ് ഈ തീവ്രവാദി എന്താ പറയുക കൈ പെട്ടെന്ന് അങ്ങ് വിടും. അപ്പോഴേക്കും തീവ്രവാദി താഴെ വീണ് പോകും, മരിക്കും. അപ്പോഴേക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു എക്സ്പ്രഷനുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു റിയൽ എക്സ്പ്രഷൻ ആയിട്ട് എന്താ പറയുക വന്നിട്ടുള്ളത്. അതിനൊക്കെ സ്റ്റോറിയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലും പല ആർട്ടിക്കിളിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സീൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് ഇടാം. അപ്പോൾ എന്തായാലും പക്ഷേ നിങ്ങൾക്ക് സീൻ എക്സ്പ്ലനേഷനിൽ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കിപ്പോൾ ഈ മൂവി നിങ്ങൾ സജസ്റ്റ് ചെയ്തതാണ് ഡൈ ഹാർഡ് 1988 ഈ സിനിമ. ഇവിടെ വെച്ചാണ് തുടക്കം കേട്ടോ. ഇവിടെ വെച്ചാണ് ഈ ഒരു ഡൈ ഹാർഡ് ഫ്രാഞ്ചൈസിൻ്റെ ഒരു തുടക്കം. ഡൈ ഹാർഡിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വരെ എന്താ പറയുക ഡൈ ഹാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ലാസ്റ്റത്തെ സിനിമ കൊള്ളൂലെന്ന് ഞാൻ പറയാം. ലാസ്റ്റത്തെ സിനിമയും കൊള്ളാം, കിടിലമാണ്. പക്ഷേ ലാസ്റ്റത്തെ സിനിമ അത്യാവശ്യം ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം വെച്ചാൽ 4 വരെ എന്തായിരുന്നു കൂടി. 4 വേറെ റേഞ്ച് സാധനമാണ്. ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പോൾ 4 മാത്രമല്ല, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4 വരെ. ലാസ്റ്റത്തതും കൊള്ളാം. ഞാൻ പറഞ്ഞത് ലാസ്റ്റത്തതെന്ന് വെച്ചാൽ അത് വേണ്ടിയിരുന്നില്ല അത്. ഓക്കെ, അത് കൊള്ളാം, എന്നാലും 4 വരെ മതിയായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്തായിരുന്നാലും ഈ ഡൈ ഹാർഡ് 1988 നിങ്ങൾ കാണാൻ മറക്കരുത്. ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. ഹോട്ട്സ്റ്റാറിൽ എന്താ പറയുക ലഭ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഇടാവുന്നേ ഉള്ളൂ. ഞാൻ ഇടാമെന്നല്ല, ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും പറയാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. ഓക്കെ, ഇറ്റ്സ് എ ഫ്രീ വേൾഡ്. ഓക്കെ, അപ്പോൾ അതാണ്. പക്ഷേ എന്തായിരുന്നാലും വേറെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നല്ല. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമ്മളിപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ജിയോയുടെ പ്ലാൻ ഉണ്ടല്ലോ, ജിയോയുടെ പ്ലാനിൽ തന്നെ എല്ലാ 22 OTT പ്ലാറ്റ്ഫോമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈ നെറ്റ് എന്തായാലും നിങ്ങൾ റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിയോയുടെ പ്ലാനിൽ തന്നെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ
ചുമ്മാ കടന്ന് ഓടണ്ടല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ ഇത് കണ്ട് വേണമെങ്കിൽ സ്ട്രീം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു അഭിപ്രായം മാത്രമാണ്, ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൂടുതൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ മൂവി സജഷൻ. ഇപ്പോൾ പ്ലോട്ട് ഒരു മനസ്സിലായില്ല. ഒരു പോലീസ് ഓഫീസർ തീവ്രവാദി വന്ന് എന്താ പറയുക ഒരു ബിൽഡിങ്ങിനെ വളയുന്നു. എന്താ വെച്ചാൽ ഹോസ്റ്റേജസ് ആയിട്ട് എന്താ അവിടുത്തെ ആൾക്കാരെ വയ്ക്കുന്നു. പക്ഷേ ഇവനെ മാത്രം പിടിക്കാൻ പറ്റില്ല. ഇവൻ വന്നത് തിരിച്ച് വന്നിട്ട് തുരു എന്ന് പറയുന്ന ടെററിസ്റ്റിനെ കീഴ്പ്പെടുത്തി അതൊരു സംഭവം നാളെ അതൊരു രക്ഷയില്ലാത്ത അത് എടുത്ത് വച്ചിരിക്കുന്നത് കീഴിലെന്താണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതൊരു ക്ലാസിക് പടമാണ്. ക്ലാസിക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു വമ്പൻ എന്താ പറയുക എന്താ പറയുക ഒരു 80s ആക്ഷൻ ക്ലാസിക് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ചാണ്. നമ്മുടെ അർണോൾഡും അതുപോലെ തന്നെ നമ്മുടെ സിൽവസ്റ്റർ സലോണിൻ്റെയൊക്കെ സിനിമ മാത്രമല്ല 80s 70s ഒരു 90s ഭരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ബ്രൂസ് വിൽസിൻ്റെ ഈ ഡൈ ഹാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിയാനോ റീവ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ പലരുടെയും സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഡൈ ഹാർഡ് കാണാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി വെറുപ്പിക്കുന്നില്ല. ഡൈ ഹാർഡ് 1988 ഓൺ ഹോട്ട്സ്റ്റാർ. അപ്പോൾ മസ്റ്റ് വാച്ച് മൂവി. അപ്പോൾ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഏവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന വരയ്ക്കും. ഗൈസ് ഏവർക്കും പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.